ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ നമ്മുടെ ഗീതുവിനെ ഇറക്കി വിടാനായിട്ട് അമ്മയും മോനും കൂടെ ഭയങ്കര പണിപ്പെട്ട് ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ അയ്യപ്പേട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിച്ചപ്പോഴേക്കും അയ്യപ്പേട്ടനെ ഭരിച്ചുകൊണ്ട് നിങ്ങൾ ആരാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളുടെ സ്ഥാനം മറന്ന് നിങ്ങൾ പെരുമാറരുതെന്നൊക്കെ അയ്യപ്പേട്ടനോട് ഈ വരുൺ വലിയ ആൾ കളിച്ച് പറയുമ്പോൾ, വരുണേ, ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്ഥാനത്ത് തന്നെയാണ്, സ്ഥാനമില്ലാത്തത് നീയാണെന്ന് വരുണിൻ്റെ മുഖത്ത് നോക്കി അയ്യപ്പേട്ടൻ പറഞ്ഞു. അപ്പോഴേക്കും നിന്റെ ചെവിക്കല്ലടിച്ചാൽ പൊട്ടിക്കും എന്നുള്ള രീതിയിൽ അയ്യപ്പേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പം, അയ്യപ്പ, നിങ്ങൾ എന്തറിഞ്ഞേട്ടാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഗോവിന്ദൻ ഇവളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കണ്ണൻ ഇവളുടെ പേരിൽ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. ചോദിച്ചു നോക്ക്, ഡിവോഴ്സ് നോട്ടീസ് ഇവൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് എന്ന് രാധിക പറഞ്ഞപ്പോൾ ഗീതുവിന് മനസ്സിലായി പുള്ളിക്കാരി എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കേട്ടപ്പോഴേക്കും അയ്യപ്പേട്ടൻ ഞെട്ടിപ്പോയിട്ടോ. അതുപോലെ തന്നെ രേഖ നേരം അങ്ങോട്ടേക്ക് വന്നായിരുന്നു. രേഖയും ആകെ പതറി നിൽക്കുക. രേഖ വേഗം നിന്നിട്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗീതു, അമ്മ പറഞ്ഞതൊക്കെ നേരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗീതു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഗീതു, നിന്നോടാ ചോദിച്ചത്, ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന് ചോദിച്ചപ്പം അതെന്ന് ഗീതു സമ്മതിച്ചു. ഇത് കേട്ടപ്പോൾ വരുണ ഒരു പുച്ഛിച്ചൊരു ചിരി. വിവാഹബന്ധം ഏർപ്പെടുത്തണമെന്ന് ഗോവിന്ദൻ കുഞ്ഞ് ആവശ്യപ്പെട്ടോ മോളെ? എന്താ ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഗോവിന്ദേട്ടൻ അയച്ച വക്കീൽ നോട്ടീസ് കിട്ടി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് ഗോവിന്ദേട്ടനാണോ അയച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ഗീതു പറയാം. അപ്പോഴേക്കും അയ്യപ്പേട്ടനൊക്കെ ഇങ്ങനെ നോക്കിയത് എന്ത് ഗീതു ഈ പറയണേന്ന്. അതുപോലെ തന്നെ രേഖയും, ഗോവിന്ദൻ മാമൻ ഗീതു പാപ്പയെ ഉപേക്ഷിച്ചോ? എന്ത് കഥ! ഇനിയിപ്പോൾ ഇവളോട് കൂടെ നമ്പി നിന്നിട്ട് കാര്യമില്ല, മാമിയെ തന്നെ ആശ്രയം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്നും പറഞ്ഞ് നിൽക്കുക നമ്മുടെ കാഞ്ചന. അങ്ങനെ കാഞ്ചന അതും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഈ സമയം മാമൻ ഡിവോഴ്സ് ആവശ്യപ്പെട്ടാൽ അത് കൊടുത്തിട്ട് പോകുന്നതാണ് മര്യാദ എന്ന് ഈ കാഞ്ചന അന്നേരം പറഞ്ഞു. മുറിയിലിരുന്ന നിന്റെ സാധനങ്ങളൊക്കെ ഇതിലകത്തുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു മര്യാദയ്ക്ക് നിന്നെ ഇവിടെ നിന്ന് കാറിൽ ഇറക്കും. പിന്നെ കണ്ണനുമായോ ഈ കുടുംബമായോ ഇനി ഒരിക്കലും നിനക്ക് ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ആണയിട്ടുകൊണ്ട് പുള്ളിക്കാരി അവിടെ നിന്നങ്ങ് പറഞ്ഞപ്പം, അത് രാധികാമ്മയാണ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. ഒരു ഡിവോഴ്സ് പേപ്പറിൽ തീരുന്ന ബന്ധമല്ല ഞാനും ഏട്ടനും തമ്മിലുള്ളതെന്ന് നമ്മുടെ ഗീതുപരുടെ മുഖത്ത് നോക്കി പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വരുണും രാധിക ഇങ്ങനെ നോക്കുക കേട്ടോ, ഇവൾ എന്തൊക്കെ ഈ പറഞ്ഞുണ്ടാക്കണതെന്നുള്ളൊരു രീതിയിൽ. രാധിക അന്നേരത്തേക്കും ഭയങ്കര പവർഫുൾ ലേഡി ആണല്ലോ, ആ ഒരു മൈൻഡിൽ തന്നെ ഇങ്ങനെ നിൽക്കണം. ആ സമയത്ത് രേഖയുടെ മുഖം അങ്ങ് തെളിഞ്ഞു. നോട്ടീസിന് മറുപടി കൊടുക്കാൻ 30 ദിവസത്തെ അവധിയുണ്ട്, അതിന് കൊടുക്കാനും എനിക്കറിയാം, അത് ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പേട്ടനും ചിരിച്ചു. ഞാൻ തീരുമാനിക്കും ആ നോട്ടീസിന് എന്ത് മറുപടി കൊടുക്കണമെന്നുള്ളത്, അതായിരിക്കും അവസാന തീരുമാനമെന്നും പറഞ്ഞു. അപ്പോഴേക്കും രേഖ ഇങ്ങനെ നിന്ന് വരുണിനെ നോക്കി ആക്കി ചിരിക്കുവാണേ. കണ്ണൻ വേണ്ടാന്ന് വെച്ചവള് ഇനി ഞാൻ ഒരിക്കലും ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ല എന്ന് രാധിക അന്നേരം ഗീതുവിനോട് പറയുമ്പോൾ, രാധികയുടെ നേരെ അങ്ങ് ചെന്നിട്ട് അരക്കൽ മാധവൻ്റെ ഭാര്യയോട് ആജ്ഞാപിക്കാൻ നിങ്ങൾ ആരാണെന്ന് ഗീതു ചോദിച്ചു. അപ്പോഴേക്ക് ഈ പുള്ളിക്കാരി ഇങ്ങനെ പകച്ചു നിൽക്കുക. ഗീതു ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ ഭയങ്കര ധൈര്യമായി ഗീതുവിന്. അപ്പോഴേക്ക് എടി അമ്മയുടെ നേരെ വിരൽ ചൂണ്ടുന്നെന്ന് ചോദിച്ചു. വരുൺ അങ്ങ് ചെന്നപ്പം, ഇങ്ങോട്ട് മാറട ഇറക്കാം, അത് പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ, അതിനിടയ്ക്ക് നീ കയറണ്ടെന്നും പറഞ്ഞു വരുണിനെ പിടിച്ച ഒരൊറ്റ തള്ളായിരുന്നു അയ്യപ്പേട്ടൻ. അപ്പോൾ ഒന്ന് വിട്ട് കളഞ്ഞ അയ്യപ്പേട്ട, ഒച്ച വയ്ക്കാനും തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്താനും ഒക്കെ അല്ലാതെ അതൊന്നും ചെയ്യാൻ തൻ്റെ ഇടം ഇല്ലാത്തവർ ഇങ്ങനെ ചുമ്മാ കിടന്ന് കുരച്ചിട്ട് എന്താ കാര്യം ചോദിച്ചു. അപ്പം ബലമായി നീ ഇവിടെ കയറി താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്റെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളാൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു രാധിക. എങ്കിൽ ഈ വീട്ടുമുറ്റത്തെ മീഡിയക്കാരെ കൊണ്ട് നിറയും, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു ഗീതു. ഇത് കേട്ടപ്പോൾ രാധിക ഒന്ന് ഞെട്ടി. ഈ എൻ്റെ നേരെ, അതായത് ഏജിയൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ്റെ ഭാര്യയ്ക്ക് നേരെ അമ്മായിയമ്മയും അനിയനും ചേർന്ന് കാണിക്കുന്ന പരാക്രമങ്ങളെ ഈ ലോകം മുഴുവൻ കാണും. എന്താ ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാനില്ല അമ്മയ്ക്ക്. അമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കും. അതുപോലെ തന്നെ വരുണും, പണി കിട്ടി, ഇവളോട് കളിച്ചാൽ സൂക്ഷിച്ച് കളിക്കണം എന്നുള്ളത് മനസ്സിലായി. അപ്പോഴേക്കും നമ്മുടെ രേഖയ്ക്ക് ഭയങ്കര സന്തോഷം. അതെ, ആഗ്രഹിച്ച സ്ത്രീധനം കിട്ടാത്തതിൻ്റെ പേരിൽ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഒരു പാവം മരുമകൾ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞാടും. എന്താ കാണണോ രാധികയ്ക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും വരുൺ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഗീതു സ്കോർ ചെയ്തെന്ന് പറഞ്ഞൊരു 1.5 സ്കോറായിരുന്നു അത്. അപ്പോഴേക്കും അമ്മയ്ക്കും മോനും പത്തി താന്നു, ഒന്നും മിണ്ടാനില്ല, തല കുമ്പിട്ടിങ്ങനെ നിൽക്കുന്നു. രേഖ ഇതൊക്കെ കൊണ്ട് തലയെടുപ്പോട് കൂടി നിൽക്കുമ്പോൾ ഇവളാള് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എനിക്കൊരു നഷ്ടവുമില്ല, നഷ്ടം മുഴുവൻ നിങ്ങൾക്കായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ സമൂഹത്തിലുള്ള നിലയും വിലയും എന്താകുമെന്ന് ചോദിച്ചു. അതൊക്കെ കേട്ടിങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഗീതു വന്നതിനേക്കാൾ സ്പീഡിൽ അകത്തേക്ക് കയറി. ഇവള് മിടിക്കുകയാണേ. വരുണെന്ന് പറയുന്ന പിശാചിൻ്റെ വായടപ്പിച്ചത് ഏതായാലും രേഖയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ
ഇനിയിപ്പോൾ ഇതെല്ലാം കേട്ടും കണ്ടും മുറിയിൽ ഒളിച്ചിരിക്കുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ, കാഞ്ചനെ എന്നും പറഞ്ഞ് കാഞ്ചനയ്ക്ക് അടുത്തേക്ക് എന്നു ഗീതു. ദേ നിങ്ങളല്ലേ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് ചോദിച്ചപ്പോൾ മാമി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ മാമിയുടെ മുന്നിലൂടെ തന്നെ ഇത് അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവച്ചോളാം എന്ന് പറഞ്ഞ് കാഞ്ചന അകത്തേക്ക് അതും കൊണ്ട് കയറിപ്പോയി. അങ്ങനെ നമ്മുടെ ഗീത നല്ല സ്റ്റൈലിഷ് ആയിട്ട് വന്നതിനേക്കാൾ സ്പീഡിൽ അകത്തേക്ക് തൻ്റെ റൂമിലേക്ക് പോയി. ഒന്നും ചെയ്യാൻ കഴിയാതെ രാധികയും മകനും ഇങ്ങനെ അവിടെ അന്താളിച്ചിങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗീതു നേരെ മുകളിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ഗോവിന്ദൻ അവിടെ ഇരിക്കുന്നു. ഗോവിന്ദനെ കണ്ടപ്പോഴേക്കും ദേഷ്യപ്പെട്ടങ്ങ് ചെന്ന് എന്നെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ നിർദ്ദേശം കൊടുത്തിട്ട് സ്വസ്ഥമായിട്ട് വന്നിരിക്കുകയാണല്ലേ എന്ന് ഗോവിന്ദനോട് ഗീതു ചോദിച്ചു. ഗോവിന്ദൻ ഒന്നുമല്ലാത്ത പോലെ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഗീതു വിട്ടുകൊടുക്കുന്നില്ല. ഒരു ഡിവോഴ്സ് നോട്ടീസിൻ്റെ പേരിൽ എന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ പ്ലാൻ ചെയ്തത് നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്ന് ഗീതു ഗോവിന്ദനോട് ചോദിച്ചു. അതോ ചുമ്മാതെ ഒന്ന് വരട്ടാമെന്ന് കരുതിയിട്ടാണോ എന്ന് ചോദിച്ചപ്പം ഇനി നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കുടുംബ കോടതിയിൽ വെച്ചാകാമെന്ന് പറഞ്ഞു ഗോവിന്ദൻ ലാഘവത്തോടെ അങ്ങ് പോകുമ്പം കോടതിയിൽ ഒരു കോമാളിയായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ ഇത്രയും കാലം നിനക്ക് കോമാളിയായിരുന്നു. ഓരോ കോമാളിക്കുള്ളിലും പ്രതിസന്ധികളെ അതിജീവിക്കാനും ശ്രമിക്കുന്ന ഒരു പോരാളി ഉണ്ടെന്ന് നീ അറിഞ്ഞില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പോരാളി ഗോവിന്ദ് അന്ന് ഡിവോഴ്സിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണാവോ എന്ന് ഗീതു ചോദിച്ചു. അങ്ങയുടെ രണ്ടാനമ്മ പറഞ്ഞതുപോലെ എൻ്റെ സ്വഭാവദോഷം തന്നെയായിരിക്കും ഒന്നാമത്തെ തെളിവല്ലേ എന്ന് ചോദിച്ചപ്പം എന്താ ഭർത്താവുള്ള സ്ത്രീ കാമുകനൊപ്പം താമസിക്കാൻ പോയത് തെളിവായി കോടതി അംഗീകരിക്കില്ലേ എന്ന് ചോദിച്ചപ്പം കാമുകനൊപ്പം പോയി എന്നുള്ളതേ നിങ്ങൾ ആരോപിക്കുന്ന കാര്യമല്ലേ, പോയതല്ലല്ലോ, അവിഹിതം നടന്നു എന്നല്ലേ കോടതി പരിശോധിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഗോവിന്ദൻ ഒന്ന് ഞെട്ടി. അതൊക്കെ തെളിയിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അതുകൊണ്ട് സ്വഭാവദൂഷ്യം ഇത് രണ്ടും ഈ കേസിൽ നിൽക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ ഗീത് സ്കോർ ചെയ്യണു. നിങ്ങളുടെയും രണ്ടാനമ്മയുടെയും വാദം പൊളിഞ്ഞു പോവത്തേ ഉള്ളൂ എന്നും പറഞ്ഞു. എൻ്റെ ഭാഗം ന്യായീകരിക്കാനും ഡിവോഴ്സ് കിട്ടാനും എനിക്ക് 1000 കാര്യങ്ങളുണ്ടാവും. ഞാൻ 1000 കാര്യങ്ങൾ നിർത്തും. ഒരൊറ്റ കാരണം ഞാൻ എടുത്തങ്ങ് ഇടും. അപ്പോഴോടി ആ ഒരു ന്യായം മാത്രമാണ് എനിക്ക് നിനക്ക് നേരെ ആരോപിക്കാനുള്ളത്, നമ്മുടെ കോൺട്രാക്ട് മാരേജ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്ന് ഞെട്ടി. 6 മാസത്തേക്കെന്നുള്ള കരാറിൽ ഞാൻ നിന്നെ സ്വീകരിച്ച മാരേജ് കോൺട്രാക്റ്റിൻ്റെ ആ ഒരു കാര്യം, അപ്പോൾ അതെനിക്ക് പറയത്തില്ലേ? ആ ഒരു കാലാവധി കഴിഞ്ഞതുകൊണ്ട് നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് എനിക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ തലയാട്ടി ഗീതു. അങ്ങനെ ഒരു കരാറില്ല എന്ന് ഞാൻ നിഷേധിച്ചാൽ എന്ത് ചെയ്യുന്നു ഗീതു ചോദിച്ചു. അതെ, വാക്കാലല്ലാതെ ഒരു തുണ്ടു പേപ്പറിൽ എഴുതിയ ഒരു എഗ്രിമെൻ്റ് പോലും കാണിക്കാൻ നിങ്ങളുടെ കൈകളിൽ ഇല്ലല്ലോ എന്ന് ഗീത ചോദിച്ചു. ഗോവിന്ദൻ അവിടെ എല്ലാം തോറ്റു പോവാട്ടോ. നിങ്ങൾ വെറുതെ ഡിവോഴ്സിന് പോയി പണവും സമയവും നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ കാരണം എന്താണെന്നറിയോ? ഡിവോഴ്സിന് ഞാൻ തയ്യാറല്ല എന്ന് ഗീതു തറപ്പിച്ചങ്ങ് പറഞ്ഞു. ഗോവിന്ദൻ ഇങ്ങനെ അന്നേരം ഗീതുവിനെ തുറച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. വിവാഹബന്ധം വേർപെടുത്തി സ്വതന്ത്രനാവാൻ ഞാൻ നിങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല എന്നും ഗീതു അങ്ങ് തറപ്പിച്ചു പറഞ്ഞു. അത് പറഞ്ഞ് ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാത്തതിൻ്റെ ഒരു പകച്ചിലും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അവർണിക നമ്മുടെ കിഷോറിൻ്റെ അമ്മയെയും പെങ്ങളെയും അവിടെ ഇട്ട് വേലക്കാരികളെ പോലെ പണിയെടുപ്പിക്കുക. അപ്പം നമ്മളിട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെ ഈ പണികളെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ ജയിലിൽ നിന്ന് വരുന്നത് വരെ നമ്മളിതൊക്കെ സഹിക്കണോ അമ്മയെന്ന് മകൾ അമ്മയോട് പറയുന്നു. എന്നാലും തലയ്ക്ക് വെള്ളിടി വെട്ടിയതുപോലത്തെ ഒരു അനുഭവമായി പോയല്ലോ മോളെ. ഇങ്ങനൊരു അധപതനം സ്വപ്നത്തിൽ ആഗ്രഹിച്ചതാണോ? ഏട്ടൻ കാണിച്ച അതിബുദ്ധി കാരണം നമ്മളല്ലേ അമ്മയെ ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിച്ചപ്പം അവർണികയ്ക്കും അവളുടെ അച്ഛനും കിഷോറിനോട് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് ജോലിയൊക്കെ ചെയ്യിക്കുന്നത് അമ്മ പറയണു. അവനെന്നിങ്ങ് വന്നോട്ടെ, നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പം എൻ്റെ അമ്മയൊന്ന് പതുക്കെ പറ, അവരുടെ ചേച്ചി കേട്ടാൽ അത് മതി, പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിടും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ പറയുക. രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിഷോറിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു നമ്മുടെ രഘുറാമ. അപ്പോൾ പണത്തിൻ്റെ ഒറ്റ ബലത്തിലാണ് നീ ഈ കേസിൽ നിന്ന് ഊരിപ്പോകുന്നതെന്ന് കിഷോറിനോട് അമ്മായിയച്ഛൻ പറയുന്നു. നിന്റെ ബുദ്ധിമോശം കൊണ്ട് നമുക്കുണ്ടായ നഷ്ടങ്ങൾ എത്ര കോടികളാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ടിങ്ങനെ കിഷോർ നിൽക്കുവാണ്. അതിൻ്റെ ദേഷ്യവും അരിശവും ഒക്കെ നിന്നോട് അവർണിക കാണിച്ചെന്നിരിക്കും. പക്ഷെ നിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടാകാൻ പാടില്ലെന്നും അമ്മായച്ചൻ ക്ലാസ് എടുത്ത് കൊടുത്താണ് കിഷോറിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ന്യായം മുഴുവൻ അവർണികയുടെ ഭാഗത്താണെന്നും പറഞ്ഞു. അങ്ങനെ കിഷോർ കയറി ചെല്ലുമ്പോൾ കാണുന്നത് അമ്മയും പെങ്ങളും വേട്ടുവേലക്കാരെ പോലെ അവിടെ കിടന്ന് തല കുമ്പിട്ട് പണിയെടുക്കുന്നതാണ്. ഇത് കണ്ട് കിഷോർ ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് മകനെ അമ്മ കാണുന്നത്. അപ്പോൾ മോനേന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ
ഓരോന്നൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴും പെങ്ങളെയും കെട്ടിപ്പിടിച്ച് അതുപോലെ തന്നെ ആങ്ങള ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കാം. ഈ സമയത്താണ് നമ്മുടെ അവർണിക ഇറങ്ങി വന്ന് കിച്ചു വന്ന് നിൽക്കുന്നത് കാണുന്നത്. കിച്ചു വന്ന് മുന്നിൽ നിൽക്കുമ്പോഴേക്കും അവർണികയ്ക്ക് സന്തോഷമായി. അവർണിക ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ അങ്ങനെ ആ ഒരു സന്തോഷം കാണിക്കാൻ പാടില്ലല്ലോ കിച്ചുവിൻ്റെ മുന്നിൽ. ഇച്ചിരി ബോൾഡായിട്ട് തന്നെ നിൽക്കാൻ അവർണിക തീരുമാനിച്ചു. അവർണിക ഇറങ്ങി ചെന്നു. ഒറ്റയടിക്ക് കോടീശ്വരനാകാൻ പോയിട്ട് ഉണ്ടായിരുന്ന സ്വത്ത് കൂടി നഷ്ടപ്പെടുത്തിയപ്പോൾ തൃപ്തി ആയല്ലോ നിനക്ക് എന്നും ചോദിച്ച് അവർണിക അങ്ങ് തുടങ്ങിയില്ലേ. അപ്പോഴേക്കും അമ്മയും പെങ്ങളും ഇങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക അവിടെ. കിച്ചു കമാന്നൊരു അക്ഷരം മിണ്ടുന്നുമില്ല. നിന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ ഞങ്ങൾ എന്തൊക്കെ ത്യാഗം ചെയ്തു എന്ന് നിനക്കറിയാമോ എന്ന് അവർണിക കിച്ചുവിനോട് ചോദിക്കുക. അപ്പോൾ മോളെ ദേ ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി പറയണ്ട, അത് പറഞ്ഞിട്ട് എന്താ കാര്യം, കിഷോർ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു രഘുറാം. മോനെ നീ എന്തെങ്കിലും കഴിച്ചോടാന്ന് ചോദിച്ചപ്പം കിഷോറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്ന അവർണിക അമ്മയോടും പെങ്ങളോടും പറഞ്ഞു. വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. രണ്ടുപേരും കൂടെ പണിയെടുക്കാനായിട്ട് അങ്ങ് പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അടിയും വാരലും തൊടയായിട്ടിരിക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഇവിടെ സെർവൻ്റ് ഇല്ലെന്ന് ചോദിച്ചു കിച്ചു. ഉണ്ടായിരുന്നു, ശമ്പളം കൊടുക്കാനില്ലാത്തത് കൊണ്ട് പറഞ്ഞു വിട്ടു. എങ്കിലും ഇവിടുത്തെ ജോലി അമ്മയും പെങ്ങളും ചേർന്ന് ചെയ്യട്ടെന്നാണോ എന്ന് കിച്ചു ചോദിച്ചപ്പം ഇവർക്ക് ഞാൻ തന്നെ ചെലവിന് കൊടുക്കണ്ടേ, അപ്പം ചില്ലറ ജോലിയൊക്കെ ചെയ്യാം, ഇവരെ ജോലിക്കാരാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് കിച്ചു പറഞ്ഞപ്പോൾ ഇവർ മാത്രമല്ല ഇനി മുതൽ കിച്ചുവും ഞാൻ പറയുന്ന ജോലികൾ ചെയ്തേ പറ്റൂ എന്ന് അവർണിക തറപ്പിച്ചു പറഞ്ഞു. കിച്ചു അതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുമ്പോൾ കിച്ചു നിന്റെ കേസ് സെറ്റിൽ ചെയ്യാൻ നമ്മുടെ ബിസിനസ്സും നിന്റെ അമ്മയുടെ പേരിൽ വാങ്ങിയ ഫ്ലാറ്റും വിൽക്കേണ്ടി വന്നു എന്നുള്ള കാര്യം പറയാം. ഇത് കേട്ടപ്പോഴേക്കും കിച്ചു ഞെട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസിലാണെന്നും ഈ വില്ലയുടെ ഡോക്യുമെൻറ്റ്സുകളിൽ ചില പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത് വിൽക്കാനായിട്ട് കഴിഞ്ഞില്ല, കുറച്ച് നാളത്തേക്ക് നമ്മൾ അഡ്ജസ്റ്റായി ജീവിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ കിച്ചു നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു അവർണിക. മയക്കുമരുന്ന് മാഫിയയ്ക്കൊപ്പം കൂടി നീ കോടികളുണ്ടാക്കുമോ അതോ പുതിയ ഏതെങ്കിലും തട്ടിപ്പ് പരിപാടികൾ നീ നടത്തുമോ എന്ന് ചോദിച്ചു അവർണിക കിച്ചുവിനോട്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഏതായാലും അങ്ങനെ ഉണ്ടാക്കുന്ന 1 രൂപ പോലും ഞങ്ങൾക്കിനി ആവശ്യമില്ല എന്നും അവർണിക പറയുകയും ചെയ്തു. ഞാനും ഡാഡിയും ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നമ്മളെല്ലാവരും കേരളത്തിലേക്ക് പോവുകയാണെന്ന്. ഇത് കേട്ടപ്പോഴേക്കും കിച്ചു ഞെട്ടി. പണിക്ക് പിന്നാലെ ഒന്നൊന്നായി പണികൾ തന്നെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നതെന്നും കിച്ചുവിൻ്റെ നാട്ടിലേക്കാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പോകുന്നതെന്നും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് പറയുമ്പോൾ കിച്ചു രഘുറാം IT സൊല്യൂഷൻ എന്നുള്ള സ്ഥാപനം ഇനിയില്ല, അതിപ്പോൾ AGM ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണെന്ന കാര്യം പറഞ്ഞപ്പോൾ തകർച്ചയുടേതായ പടിവാതിൽക്കലാണല്ലോ നിൽക്കുന്നതെന്ന് ചിന്തിച്ചു. അപ്പോൾ നമ്മുടെ കമ്പനി ടേക്ക് ഓവർ ചെയ്ത് ഗോവിന്ദ് മാധവനാണെന്നുള്ള കാര്യവും പറഞ്ഞ് ഇനി അവർക്ക് വേണ്ടി AGMൻ്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യവും പറയുകയാണ് അവർണിക. അത് കേട്ടപ്പോഴും ഈശ്വര പെട്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിൽക്കുവാണ് മകൻ. അമ്മയും പെങ്ങളും ഞെട്ടി. അപ്പോൾ തക്ക സമയത്ത് കോടികൾ തന്ന് നിന്നെ രക്ഷിക്കാൻ സഹായിച്ചത് ഗോവിന്ദാണ്. ആ സ്ഥാപനത്തിൻ്റെ കീഴിൽ അഭിമാനത്തോടെ ഇനിയുള്ള കാലം വർക്ക് ചെയ്യാം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഒരു നിമിഷത്തേക്ക് ആ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്ന് നമ്മുടെ കിച്ചു ആഗ്രഹിച്ചു. പക്ഷെ ഭൂമി പിളരില്ലല്ലോ. കിച്ചു പെടിച്ച് വിറച്ചിങ്ങനെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യപ്പേട്ടൻ തനിച്ച് നിൽക്കുന്ന ഗോവിന്ദൻ്റെ അരികിലേക്ക് വന്നിട്ട് കുഞ്ഞിതുപോലൊരു അവിവേകം കാണിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് അവിവേകം കാണിച്ചെന്നാ അയ്യപ്പണ്ണി പറയുന്നതെന്ന് ചോദിച്ചു. നിന്റെ മാനസികാവസ്ഥ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ അയ്യപ്പണ്ണോട് കാരണങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഗീതു ചെയ്ത തെറ്റുകളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനോട് ആത്മാർത്ഥമായ സ്നേഹമുള്ളത് കൊണ്ടാണ് അവൾ തിരിച്ചു വന്നതെന്നൊക്കെ അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഒരിക്കലും എന്നോട് ആത്മാർത്ഥതയില്ല, എല്ലാം അവളുടെ അഭിനയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടനോട് ഗോവിന്ദ് ഇങ്ങനെ വാദിക്കുന്നു. ആത്മാർത്ഥത എങ്ങനെ അഭിനയമാകും കുഞ്ഞെ എന്നും ചോദിച്ചുകൊണ്ട് അയ്യപ്പേട്ടൻ. അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ പൊന്നു മോനെ, നിന്നെപ്പോലെ ഒരാളെ നഷ്ടപ്പെടുത്തിയിട്ട് അവൾക്ക് വേണ്ടുന്ന നഷ്ടപരിഹാര തുക ഇത്രയാണെന്നും പറഞ്ഞ് ആ തുകയും മേടിച്ചുകൊണ്ട് പോയാലേ ഗീതുവിന് നല്ല ജീവിതം കിട്ടും, അവൾക്ക് നല്ലൊരു ചെറുക്കനെയും കിട്ടും, അവളത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഒരിക്കലും ചെയ്യില്ല കുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയാം. അങ്ങനെ ഇങ്ങനെ ഗീതുവിൻ്റെ കാര്യങ്ങളെല്ലാം രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞു. അതുപോലെ ഗീതു കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഗോവിന്ദ് അയ്യപ്പേട്ടനോട് പറഞ്ഞു. ഗീതുവിൻ്റെ നല്ല വശങ്ങൾ ഗോവിന്ദിനോട് അയ്യപ്പേട്ടൻ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്തുകയാണ്. നന്ദി.